സാർ, രാഹുൽ മാങ്കൂട്ടത്തിലാണിപ്പോൾ മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതെ, മുങ്ങിയെന്നും തിരുവനന്തപുരത്ത് പൊങ്ങിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അതെ, മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെന്നും കിട്ടുമെന്ന് ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിലാണ്. എന്തായാലും എല്ലാവരും വെട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ. ഏറ്റവും കൂടുതൽ വെട്ടിലായത് ആര് എന്നാണ് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ സാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഒറ്റക്കെട്ടായി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ കോൺഗ്രസിന് ഒരു പക്ഷേ CPM-നൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ധാർമ്മികമായ സംസ്കാരം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചതിലൂടെ ഒരു വലിയ ലീപ്പ് നടത്തിയതാണ് കോൺഗ്രസ്. ഒരു വലിയ മുന്നേറ്റം നടത്തിയതാണ്. പക്ഷെ അത് മുഴുവനും ആഴ്ചകൾക്കുള്ളിൽ തകർത്ത് കളഞ്ഞവർ അതിവേഗത്തിൽ പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ തന്നെ കക്ഷി ചേർന്നുകൊണ്ട് VD സതീശനെ തകർക്കാനുള്ള നീക്കത്തിലായി പിന്നെ കോൺഗ്രസ്. ഇപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമില്ലാത്ത ജീവൻ വെച്ചതും നിയമസഭയിൽ ഒളിച്ചു കളഞ്ഞതും പാലക്കാട്ട് ഇങ്ങനെ പാതിരാത്രിയിൽ പോയി പരിപാടികൾ പങ്കെടുക്കാൻ തുടങ്ങിയതും ഇലക്ഷൻ പ്രചരണത്തിന് എനിക്ക് പോയേ തീരുമെന്ന് വാശി പിടിക്കുന്നതൊക്കെ ഒരു കോൺഗ്രസിന്റെ സ്റ്റാൻഡിന് ഒരു ഏകസ്വരമില്ലാതെ പോയി. കോൺഗ്രസിന്റെ സ്വരം പതുക്കെ ലീഡർഷിപ്പിന്റെ സ്വരം ദുർബലമായി തീർന്നു, ചെതറിപ്പോയി. അങ്ങനെ കോൺഗ്രസ് എന്ന സംഘടനാ സംവിധാനം ദുർബലമാവുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു കൊടിയ ക്രിമിനൽ പതുക്കെ പിച്ച വെച്ച് പിന്നെയും രംഗം കീഴടക്കുന്ന അശ്ലീല കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം. യഥാർത്ഥത്തിൽ ആരുടെ ബലത്തിലാവും ഈ ഒരു ദയനീയമായ പതനം, അർഹിക്കുന്ന പതനം, അനിവാര്യമായൊരു പതനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെയും ഈ ഒരു തരം ജീവൻ വെച്ചത് ആരുടെ ബലത്തിലാവും അങ്ങയുടെ നിരീക്ഷണത്തിൽ? അതിനകത്ത് വളരെ ഇപ്പം മാഷ് പറഞ്ഞതുപോലെ കൃത്യമാണ്. ഇപ്പൊ കോൺഗ്രസ് ഇപ്പൊ ഈ പറഞ്ഞ കേരളത്തിലെ ജനങ്ങള് LDFന്റെ ഭരണം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കോൺഗ്രസ് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന സംഗതി വളരെ ലളിതമാണ്. ഇത് ഈ ഇലക്ഷൻ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ കോൺഗ്രസ് ചിന്തിക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പൊ ചിന്തിക്കുന്നത് ആര് മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ്. അപ്പൊ ഈ മുഖ്യമന്ത്രി ചിന്തയാണ് ഇപ്പൊ ഈ രാഹുലിനെ വീണ്ടും ഈ പ്രശ്നം കൊണ്ടുവരാൻ കാരണം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആര് ജയിക്കണം എന്നല്ല, കോൺഗ്രസിനകത്ത് ആര് തോൽക്കണം എന്നുള്ളതാണ്. അതാണ് എന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് KC വേണുഗോപാല് അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് ഒരുവിധം കോൺഗ്രസിനെ ഒരു മൂലക്കാക്കിയിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലേക്ക് അദ്ദേഹം വന്നു. ഈ കേരളത്തിലേക്ക് വന്നു ബീഹാറും അദ്ദേഹം ശരിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കേരളത്തിലേക്ക് വന്നു. ഇനിയിപ്പോ കേരളത്തിലാണ് അത്യാവശ്യം പച്ചപിടിച്ച് നിൽക്കുന്ന ഈ കോൺഗ്രസ് ഉള്ളത്. അത്യാവശ്യം നല്ല കുറെ നേതാക്കന്മാർ, ചെറുപ്പക്കാരുള്ള നേതാക്കന്മാരുള്ളത് കോൺഗ്രസിനകത്താണ് കേരളത്തിൽ. അപ്പൊ കേരളത്തിൽ ഈ KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പോയി വീണ്ടും രംഗപ്രവേശം ചെയ്യും. അതായത് KC വേണുഗോപാലിന്റെ അനുഭവമുണ്ട്. കാരണം കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിട്ട വ്യക്തിയുള്ള ഒരാളാണല്ലോ KC വേണുഗോപാൽ. സരിത ഇഷ്യൂല് അതിന് അദ്ദേഹം ഏത് രീതിയിലാണോ അതിനെ ഓവർകം ചെയ്ത് യാതൊന്നും ഏൽക്കാതെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടി വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിലെ നേതാവായിട്ട് വരുന്നു. കോൺഗ്രസിന്റെ ചിന്ത എന്താ പറയുക, പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. രാഹുൽ ഗാന്ധി ശരിക്കും പറഞ്ഞാൽ KC വേണുഗോപാലിന്റെ ഒരു മൗത്ത് പീസ് എന്ന് മാത്രമേ ഉള്ളൂ. വേണുഗോപാലിന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളുമാണ് രാഹുൽ ഗാന്ധിയിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ അത് ആലോചിച്ച് നോക്കണം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ കോൺഗ്രസ് പൊളിറ്റിക്സിന് ഇന്ത്യ നയിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയുടെ അതിന്റെ പരമാവധി നിലവാരമാണ് കാണിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇത് കേരളത്തിലേക്ക് വന്നു. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നാലും യാതൊരു രക്ഷയും ഉണ്ടാവില്ല എന്ന് KC വേണുഗോപാലിന് അറിയാം. ഇനി ഒരു അടുത്ത 5 വർഷം കൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ പോലും അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു ഏജിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ഇതാണ് അദ്ദേഹത്തിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നു. രാഹുൽ മാങ്കൂട്ടത്തിലോട് പറഞ്ഞു ധൈര്യമായിട്ട് നീ പാലക്കാട് കളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ കളിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റി? അങ്ങനെ കളിക്കുമ്പോ ആ കളി ഏക്കുന്നത് ആർക്കാണ്? ആ കളി ഏക്കുന്നത് VD സതീശൻ. സംശയമൊന്നുമില്ല. സമുദ്രങ്ങളെല്ലാം കൂടെ സുനാമി സംഭവിച്ചാൽ പോലും ആ നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞ് VD സതീശൻ നിൽക്കുന്നു. ആവർത്തിച്ചു പറഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും VD സതീശൻ ഇപ്പൊ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ചില നിലപാടുകൾ നിസ്സംശയം പ്രഖ്യാപിക്കുന്നുണ്ട്. അതാണ് ലീഡർഷിപ്പ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉദാഹരണത്തിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ വേണ്ട, അതൊരു തീരുമാനമാണ്. സംഘിച്ചു നിന്നതാണ് ഈ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കും. വലിയ കീറാമുട്ടിയാണ്. മാത്രമല്ല UDF-നകത്ത് നിന്ന് VD സതീശൻ ഒഴികെ ബാക്കി എല്ലാവരും ഇദ്ദേഹത്തിന് എടുക്കണം എന്നുള്ളതായിരുന്നു. മുസ്ലിം ലീഗ് പോലും കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന അതിശക്തൻ പോലും വിചാരിച്ചിട്ട് VD സതീശൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അത് പ്രത്യക്ഷത്തിൽ
CPM-നെ സഹായിക്കുന്ന അല്ലെങ്കിൽ LDF-നെ സഹായിക്കുന്ന ഒരു നിലപാടുമായിരുന്നല്ലോ. എന്നിട്ട് പോലും സതീശൻ ആ ഒരു നിലപാടെടുക്കുകയും അവിടെ UDF-നെ വിജയിപ്പിക്കുകയും ചെയ്തു. അല്ല, അന്നേ എനിക്ക് തോന്നുന്നു, സാറ് പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നി, അന്നേ ഒരു പക്ഷേ VD സതീശന്റെ അപ്രമാദിത്വം അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് KC വേണുഗോപാൽ ആലോചിച്ചിരിക്കും. തീർച്ചയായിട്ടും. ഒരു പാതിരാത്രിയിൽ സാറിന് ഓർമ്മയില്ലേ, ഒരു പാതിരാത്രിയിൽ അൻവറിന്റെ കൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് സന്ദർശിച്ചു. ആ ക്രൈസിസ് വളരെ ശക്തമായി VD സതീശൻ മാനേജ് ചെയ്ത രാത്രിയിലാണ് സന്ദർശിക്കുന്നത്. ഇവനെ അന്നേ സൂക്ഷിക്കേണ്ടതായിരുന്നു. അതെ. അപ്പൊ അതുപോലും ഇനി ഏതെങ്കിലും ഒരു അണ്ടർ കറന്റ് പൊളിറ്റിക്സിന്റെ ഭാഗമായിരുന്നു എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാര്യം മാഷ് പറഞ്ഞ പോലെ ഇയാളെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥാപാത്രമാണ്. അപ്പോൾ VD സതീശൻ അതിനകത്തിലൂടെ അപ്രമാദിത്വം നേടുന്നു. ടീം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കോൺഗ്രസിനകത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. ഈ മുതിർന്ന നേതാക്കന്മാരെല്ലാം പതുക്കെ ഇങ്ങനെ പുറകിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം K. സുധാകരൻ പറഞ്ഞു ഇദ്ദേഹത്തിനെ ഒതുക്കാൻ പാടില്ല. മുൻ KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ, അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാമെന്ന് സംശയം. സണ്ണി ജോസഫിന്റെ പേര്. അപ്പം സണ്ണി ജോസഫിന് വേണ്ടി ഇപ്പോഴും ഗോഡ് ഫാദർ സംസാരിക്കുന്നു എന്ന് വേണം പറയാൻ. സുധാകരൻ. അതെ. വേറൊരു കാര്യം കൂടി ഉണ്ട് സർ, ഈ എപ്പിസോഡിലും ഉണ്ട് സുധാകരന്റെ ഒരു നറുക്ക്. ഏതില്? അൻവർ എപ്പിസോഡിൽ. തീർച്ചയായിട്ടും. 4ാം ഗ്രൂപ്പ് കോൺഗ്രസ് ഉണ്ടായ കാലത്ത് സുധാകരനും വയലാർ രവിയും ഒക്കെ നേതാക്കളും, അതെ, അതിന്റെ മലബാറുകാരിയ നേതാവായിരുന്നു അൻവർ. മാത്രമല്ല വനം മന്ത്രിയായിരുന്ന സുധാകരൻ വനം മന്ത്രിയായിരുന്ന കാലത്താണ് അൻവർ കാട് വെട്ടി പണം ഉണ്ടാക്കാൻ. അതെ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോ ഈ KC വേണുഗോപാൽ വന്ന് ഈ രാഹുലിനെ രംഗത്തേക്ക് ഇറങ്ങുന്നു. രാഹുൽ രംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വെട്ടിലാവുന്നത് മുഴുവൻ VD സതീശനാണ്. കറക്റ്റാണ്. അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ തുടങ്ങിയിട്ടുള്ള വേറൊരു വിഭാഗമായി മാറുന്നു. അതേപോലെ രമേശ് ചെന്നിത്തലയ്ക്കും ഇതേ ആഗ്രഹമാണുള്ളത്. അപ്പൊ രമേശ് ചെന്നിത്തലയുടെ വഴിയിലൂടെ ഈ പറഞ്ഞ പാരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്ന് വേട്ടയ്ക്കെതിരെ വലിയ നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രക്രിയ നടക്കുന്നുണ്ട്. ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് സതീശനെ. അതാണ്. ഇന്നലെയും ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് അത് കാലം പറയുന്നതാണ്. അതെ, രമേശ് ചെന്നിത്തല പറയും, കണ്ടില്ലേ? അതെ, തീർച്ചയായിട്ടും പറയും. മാത്രമല്ല ഇതിനകത്ത് സതീശന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ സതീശൻ വേറൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഈ തെരഞ്ഞെടുപ്പിൽ 100 ഐക്യമുന്നണി അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുന്നുള്ളത്. അത് അയാൾ നടത്തിയിരിക്കുന്നത് വളരെ സ്ട്രെയിറ്റ് ആണ്. അയാളുടെ പ്രസ്താവനകളൊന്നും അവ്യക്തമല്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നിലപാടിനകത്ത് ഒരു മാറ്റവും ഇല്ല. അതെ, അത് വളരെ സ്റ്റേണാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത് സ്വന്തം നിലയിലല്ല. കോൺഗ്രസിനകത്തു നിന്ന് നല്ലൊരു ശക്തമായ പിന്തുണ, VD സതീശനെ എതിർക്കുന്നവരുടെ ശക്തമായ പിന്തുണയുടെ പ്രതിഫലനമാണ് എവിടെ കണ്ടത്? പാലക്കാട്ട് നമ്മൾ കഴിഞ്ഞ ഈ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വരുന്ന വരെ കണ്ടത്. അതെ, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് തിരിച്ചറിയേണ്ടത് പ്രത്യക്ഷത്തിൽ പിടിക്കപ്പെട്ട ഒരു ക്രിമിനൽ എന്ന നിലയിൽ ഈ വറചട്ടിയിൽ കിടന്ന് ഇങ്ങനെ പിടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ അവന്റെ ചട്ടിക്ക് ചുവട്ടിൽ കത്തിച്ച് തീ വെച്ചു കൊടുക്കുന്ന KC വേണുഗോപാലിനെ അല്ലേ ഇവർ സൂക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടത്. കേരളത്തിൽ കോൺഗ്രസിന് ഏതെങ്കിലും കാരണവശാൽ ഈ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ കോൺഗ്രസിന്റെ പതനത്തിന്റെ തുടക്കം ആയിരിക്കും. ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെയാണോ KC വേണുഗോപാലിന്റെ നിർദ്ദേശത്തിലൂടെ തകർന്നത്, ബീഹാറിൽ എങ്ങനെയാണോ തകർന്നത്, അതേപോലെ കേരളത്തിലും കോൺഗ്രസിന്റെ പതനത്തിന് ഈ പറഞ്ഞതുപോലെ KC വേണുഗോപാലിലൂടെ സംഭവിക്കുന്നുള്ളതാണ്. ഇപ്പൊ KC വേണുഗോപാലാണ് ഇപ്പൊ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ ഇത്തരം ഓപ്പറേഷൻസിന്റെ എല്ലാം പിന്നിൽ നടക്കുന്ന സാധനം. അത് ശരി. കേരളത്തിലെ കോൺഗ്രസിനെ തകർക്കാൻ അപ്പൊ പുറമേ നിന്ന് ആരും വേണ്ട, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ പണിയേൽപ്പിച്ചാൽ തീർച്ചയായിട്ടും മതിയാവും, നടന്നിരിക്കും. അതുകൊണ്ടിപ്പോ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടാൻ ഇവർ ആദ്യം ചെയ്യേണ്ടത് ഇനി ഒരു പതർച്ചയില്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നേക്കുമായി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയാണ് ആദ്യം വേണ്ടത്. ഒപ്പം കൂട്ടത്തിൽ ഈ പാർട്ടി നന്നാവണമെങ്കിൽ ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ പിടിച്ചു കെട്ടുകയും വേണം. തീർച്ചയായിട്ടും. അതിന് അവർക്ക് ആർജവം കാണിക്കുമോ, തന്റെ ഇടം ഉണ്ടാവുമോ, കെൽപ്പുണ്ടാവുമോ എന്നാണ് ആദ്യം കാണുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇടതു മുന്നണിയെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു തവണയും കൂടെ 3ാം തവണയും കൂടെ സഹിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു VD സതീശന്റെ സ്റ്റേറ്റ്മെന്റിൽ ചിലതുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുമെന്നും ഇനി രാഷ്ട്രീയ വനവാസത്തിന് പോയാൽ പോലും ഞാൻ ആര് മുഖ്യമന്ത്രിയാവുന്നതല്ല, UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞാൽ
UDF-നെ അധികാരത്തിൽ ഏറ്റുകയല്ലാതെ മറ്റൊരു അജണ്ട തനിക്കില്ല. അത് ഒരു ലീഡർഷിപ്പിന്റെ തീർച്ചയായിട്ടും അത് വലിയ സതീശന്റെ നിലപാടുകൾ ക്ലിയർ ആണ്. തീർച്ചയായും എന്തൊക്കെ കാര്യങ്ങളിൽ പഴയ സതീശനോട് അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ ഉണ്ടാവും. ഇന്നത്തെ UDF-നെ നയിക്കാൻ, ഇന്നത്തെ കോൺഗ്രസിനെ നയിക്കാൻ എല്ലാ അർത്ഥത്തിലും കഴിവ് തെളിയിച്ച നിശ്ചയദാർഢ്യമുള്ളൊരു നേതാവായിട്ട് VD സതീശനെ നമ്മൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു FIR ഇടുന്നത്. പക്ഷെ ഈ ഇഷ്യൂ ഉണ്ടായ ആ സമയത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഒരു നിമിഷം പോലും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലാത്ത VD സതീശൻ. ബോധ്യമാണ്, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ്. അതൊരു ധാർമ്മികതയാണ്. നമ്മളൊരു ധാർമ്മികതയുടെ എങ്ങും ഇത് കാണാത്ത ഇപ്പൊ നമ്മളുടെ CPM-ന്റെ ഉന്നതനായ നേതാവ് ജയിലിൽ കിടക്കുകയാണ്, CPM നേതാവായിട്ട് തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ധാർമ്മികതയുടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു അംശം ഏത് പാർട്ടിയിൽ കണ്ടാൽ തീർച്ചയായും അതിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് ഒരു സമൂഹം എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിനും ജനാധിപത്യത്തിനും വലിയ ഗുണം ചെയ്യുകയും തീർച്ചയായിട്ടും അത് തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോ മറ്റാര് നടത്തിയാലും. KC വേണുഗോപാലിനെ പോലുള്ള ഒരു സമുന്നതനായ നേതാവ് ക്ഷമയോടെ കാത്തിരുന്നാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു നേതാവ്. അതെ, ആ നേതാവ് ഇപ്പോൾ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ആ നേതാവിനെ എന്ത് ചെയ്യണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.